ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ചെടി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ചെടി എന്ന് പറയാൻ ഇലയൊന്നുമില്ല കേട്ടോ, ഇതിൽ പൂ മാത്രമാണ് ഉള്ളത്. ഇതൊരു ചെറിയ അലങ്കാര ചെടിയാണ് കേട്ടോ. ഇത് കേരളത്തിലെ പല ഭാഗങ്ങളിലും കാണപ്പെടുന്നുണ്ട്. പക്ഷേ ഇത് ഏപ്രിൽ മെയ് മാസത്തിലാണ് സാധാരണ പൂക്കാറുള്ളത്. ഇപ്പോൾ മാർച്ച് 25-ന് തന്നെ ഇത് പൂ മൊട്ടിട്ടിട്ട് അങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോൾ ഒരു 4-5 ദിവസത്തിനുള്ളിൽ നല്ല ഫുട്ബോൾ പോലെ ഒരു പൂവാകും കേട്ടോ. ഇത് കാണുമ്പോൾ ഒരു ഫുട്ബോൾ പോലെ ഇരിക്കുന്നത് കൊണ്ടായിരിക്കാം ഇതിന് ആഫ്രിക്കൻ ഫുട്ബോൾ ലില്ലി എന്നാണ് അത്ര പേര് കേട്ടോ. തെക്കേ ആഫ്രിക്കയാണ് ഇതിൻ്റെ ദേശം. ഈ ചെടിയിൽ വിഷമുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് കേട്ടോ. ഏപ്രിൽ മെയ് മാസങ്ങളിൽ വരുന്നതുകൊണ്ട് ഇതിന് ഏപ്രിൽ ലില്ലി എന്നും മെയ് മാസ റാണിയും എന്നൊക്കെ കേരളത്തിൽ വിളിക്കാറുണ്ട്. ഞങ്ങൾ ഇവിടെ വിളിക്കുന്നത് മെയ്ദിനപ്പൂ എന്നാണ് കേട്ടോ. വേറെയും ചില പേരുകളുണ്ട്, മൺസൂൺ ലില്ലി, ഫയർ ബോൾ എന്നൊക്കെ വിളിക്കാറുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ പൂവ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിൻ്റെ പേരെന്നും കൂടെ പറയണം കേട്ടോ, കമൻറ്റിൽ എഴുതണേ. ഇത് ലാസ്റ്റ് ഒരു ഫുട്ബോൾ പോലെ എല്ലാ പൂക്കളും വിരിഞ്ഞ് നല്ല ഫുട്ബോൾ പോലെ ആവും കേട്ടോ. നല്ല ഭംഗിയാണ്. പൂവായി കഴിഞ്ഞാൽ പിന്നെ അധികം ദിവസം നിൽക്കില്ല കേട്ടോ. പൂവാവാൻ വേണ്ടി ഒരു 4-5 ദിവസം പിടിക്കും. അത് കഴിഞ്ഞ് ഫുട്ബോൾ പോലെ ആയിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം വരെ ഇങ്ങനെ വാടി പോകും കേട്ടോ. ഭയങ്കര സങ്കടം തോന്നും. എന്താ വെച്ചാൽ ഈ ഭൂമിയിൽ നിന്ന് പൊട്ടി മുളച്ചതുപോലെ കണ്ടോ, ഇപ്പോൾ ഫുട്ബോൾ പോലെ ആയി. 4-5-ാമത്തെ ദിവസമാണ് കേട്ടോ. ഇത് മുട്ട് കണ്ടതിന് ശേഷം 5-ാമത്തെ ദിവസമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇന്ന് ഞാൻ പോസ്റ്റും ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല രസമല്ലേ കാണാൻ? അടിയിൽ കണ്ടോ, കുഞ്ഞ ഇലയാണ് ഉള്ളത്. ഓക്കെ, കഴിഞ്ഞ വർഷമൊക്കെ ഇത് ഏപ്രിൽ ലാസ്റ്റാണ് കേട്ടോ വരുന്നത്. ഇപ്രാവശ്യം എന്തോ മഴ പെയ്തത് കൊണ്ടായിരിക്കാം നേരത്തെ തന്നെ ഇവർ മണ്ണിൻ്റെ അടിയിൽ നിന്ന് പതുക്കെ മുളച്ച് വന്ന് ഈ ലെവലായിട്ടുണ്ട് കേട്ടോ. അടുത്ത ഏപ്രിൽ ലില്ലി, മെയ് മാസ റാണി എന്നൊക്കെ പറയുന്നത് വെറുതെ ആയി പോകുമെന്ന് തോന്നുന്നു. ഇനി മാർച്ച് റാണിന്നോ മാർച്ച് ലില്ലി എന്നൊക്കെ വിളിക്കേണ്ട അവസ്ഥയിലേക്കാണ് ഈ പൂ വിരിഞ്ഞ് നിൽക്കുന്നത് കേട്ടോ. മാർച്ച് കഴിഞ്ഞിട്ടില്ലല്ലോ, 22-ാം തീയതിയൊക്കെ ഇത് മൊട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഈ വീഡിയോ ചെയ്തത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബായ്.